Hi students, welcome to Edream Classroom. So today we are going to deal with the paper BEGC 109 British Poetry and Drama, British Literature, Poetry and Drama 17th and 18th century. Okay, so particularly we are going to deal with the last unit of the first block. Okay, the first block ile last unit ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിന് മുന്നേയുള്ള 3 യൂണിറ്റ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഓൾമോസ്റ്റ് കവേർഡ് ആണ്. അതിൽ മെയിനായിട്ട് നമ്മൾ ഏതാണ്, ഡച്ചസ് ഓഫ് മാൽഫി അല്ലേ, ജോൺ വെബ്സ്റ്ററിൻ്റെ ഡച്ചസ് ഓഫ് മാൽഫി എന്ന ഡ്രാമയായിരുന്നു ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ലാസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദ ഫുൾ അനാലിസിസ് ഓഫ് ക്യാരക്ടേഴ്സ് ഓഫ് ദ ഡ്രാമ. ഓക്കെ, ഈ ഡ്രാമയിൽ നിങ്ങൾ കണ്ട എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനാണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം, ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും താഴെയായിട്ട് അവരുടെ എന്താ പറയുക മെയിനായിട്ടുള്ള ഏരിയാസ് കുറച്ചും കൂടിയും സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ചിലതെന്താവാം അവർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളാവാം, ചിലതെന്താവാം വേറെ കുറേ ക്രിട്ടിക്സ് ആ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞതായിരിക്കാം. അങ്ങനെയൊക്കെ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, സോ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന എന്താ പറയുക ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഫസ്റ്റിന് നമ്മുടെ ഡച്ചസ് ഓഫ് മാൽഫി അല്ലേ, ഡച്ചസ് ഓഫ് മാൽഫി. ഓക്കെ, അടുത്തത് ആരാണ്? നമ്മുടെ ബ്രദേഴ്സ് അല്ലേ. ആരൊക്കെയാണ് ബ്രദേഴ്സ് എന്ന് പറയുന്നത്? ബ്രദേഴ്സ് എന്ന് പറയുന്നത് ഫെർഡിനൻഡും പിന്നെ ആരാണ് നമ്മുടെ ബ്രദേഴ്സ്? ആരൊക്കെയാണ്? ഫെർഡിനൻഡും ഓക്കെ, ഫെർഡിനൻഡും നമ്മുടെ കാർഡിനലും അല്ലേ, കാർഡിനൽ. പിന്നെ വരുന്നതാണ് നമ്മുടെ ആൻറ്റോണിയോ, പിന്നെ വരുന്നതാണ് ബസോള. ഓക്കെ, ബസോള. ഇത്രയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് അല്ലേ. മെയിൻ ക്യാരക്ടേഴ്സായിട്ട് ഇത്രയും ആൾക്കാരാണ് വരുന്നത്. പിന്നെ അതിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ, നമ്മുടെ ക്യാരിയോളേനെ കാണാം. അതായത് നമ്മുടെ ഡച്ചസ് ഓഫ് മാൽഫീൻ്റെ മെയ്ഡായിട്ടുള്ള ക്യാരിയോളേനെ കാണാം. അതുപോലെ അതിൻ്റെ ഇടയിൽ വരുന്ന ലിയ കൈൻഡ് ഓഫ് അല്ലേ, കാർഡിനലിൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഫ്രണ്ട് ഇൻ ദ സെൻസ് കാർഡിനലിന് ഇഷ്ടപ്പെടുന്ന ഒരു ഗേളാണ്, പക്ഷെ അവൾക്ക് ആരെയാണ് ഇഷ്ടം? ബസോളേനായിരുന്നു. അങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കുറച്ച് ലീഡിങ് ക്യാരക്ടേഴ്സ് അല്ല, എന്നാൽ ദേ ഹാവ് ദെയർ ഓൺ വാട്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ബട്ട് നമുക്ക് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മെയിനായിട്ട് പഠിക്കാനുള്ള ക്യാരക്ടേഴ്സ് ഇത്രയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. ഓക്കെ, സോ അതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് ബിഫോർ ഡിസ്കസിങ് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് യു ക്യാൻ ബിഗിൻ ലൈക്ക് ദിസ്, ദാറ്റ് ഡച്ചസ് ഓഫ് മാൽഫി അല്ലേ, എക്സ്പ്ലെയിനിങ് ദാറ്റ് വാട്ട് കൈൻഡ് ഓഫ് ദ ഡച്ചസ് ഓഫ് മാൽഫി ജോൺ വെബ്സ്റ്റർ ഡസ് നോട്ട് ക്രിയേറ്റ് സിമ്പിൾ ക്യാരക്ടേഴ്സ് ഹു ആർ എയ്തർ കംപ്ലീറ്റ്ലി ഗുഡ് ഓർ കംപ്ലീറ്റ്ലി ബാഡ്. ഇൻസ്റ്റെഡ് ഹിസ് ക്യാരക്ടേഴ്സ് ആർ ഡീപ്ലി സൈക്കോളജിക്കൽ അല്ലേ. അപ്പോൾ ഇവിടെ ജോൺ വെബ്സ്റ്റർ എന്ന് പറയുന്ന റൈറ്റർ അദ്ദേഹത്തിൻ്റെ ഡ്രാമയായിട്ടുള്ള ഡച്ചസ് ഓഫ് മാൽഫി ജസ്റ്റ് എന്താണ് ഈ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ക്യാരക്ടേഴ്സിനെ എഴുതുകയല്ല ചെയ്തിട്ടുള്ളത് അല്ലേ. ഓരോ ക്യാരക്ടേഴ്സിനെയും അത്രയും ഡീപ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, അനലൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ he does not create simple characters who are either completely good or completely bad അല്ലേ. അതായത് കംപ്ലീറ്റ്ലി ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഗുഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള സിമ്പിൾ ക്യാരക്ടേഴ്സിനല്ല അദ്ദേഹം എന്താ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമുക്കൊരു ത്രൂ ഔട്ട് ഒരു ഡ്രാമയിലോ ഒരു കഥയിലോ ഒരു ക്യാരക്ടർ നമുക്ക് വേണമെങ്കിൽ അവരുടെ സ്വഭാവം അല്ലേ, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്നുള്ളത് ശരിക്കും ഗുഡായിട്ട് കൊടുക്കാം. അപ്പോൾ ആ കഥയിൽ ത്രൂ ഔട്ട് ആ ക്യാരക്ടർ ഗുഡായിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക കോംപ്ലക്സിറ്റിയോ കാര്യങ്ങളൊന്നും അവിടെ കൊണ്ടുവരുന്നില്ല അല്ലേ. ഫുൾ കംപ്ലീറ്റ്ലി ബാഡ് ആണെങ്കിൽ ആ ബാഡായിട്ടുള്ള എന്താ പറയണ്ടേ ആറ്റിറ്റ്യൂഡ്സ് മാത്രം ആ ക്യാരക്ടേഴ്സിനെ കാണിച്ചാൽ മതി. ബട്ട് ഇവിടെ നമ്മുടെ ജോൺ വെബ്സ്റ്റർ അങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? അല്ല. he just created his characters like deeply psychological അല്ലേ. ഇവരെല്ലാം ഡീപ്ലി സൈക്കോളജിക്കലാണ്. they are deeply psychological അല്ലേ, സൈക്കോളജിക്കൽ.
നമുക്ക് കാണാൻ പറ്റും ഓരോരുത്തരുടെയും ഒരു ചേഞ്ചസ് കാണാൻ പറ്റും അല്ലേ. ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായ ഒരു ചേഞ്ചസ് ഇദ്ദേഹം അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താണ് മീനിങ് ദാറ്റ് ദെയർ ആക്ഷൻസ് ആർ ഷേപ്ഡ് ബൈ ദെയർ തോട്ട്സ് അല്ലേ. ദെയർ ആക്ഷൻസ് ആർ, നിങ്ങൾക്ക് ഇതൊക്കെ എന്താ പറയേണ്ടത്, എക്സാമിന് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. ദെയർ ആക്ഷൻസ് ആർ കോസ്ഡ് ബൈ ദെയർ ഓൺ, എന്താ പറയേണ്ടത്, ദെയർ ആക്ഷൻസ് ആർ ഷേപ്ഡ് ബൈ ദെയർ തോട്ട്സ്, ഇമോഷൻസ്, ഡിസയേഴ്സ് ആൻഡ് ഇന്നർ കോൺഫ്ലിക്ട്സ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ദെയർ ആക്ഷൻസ് ആർ എന്താണ് ഷേപ്ഡ് ബൈ, കോസ്റ്റ് എന്നുള്ളതിനെ കുറച്ചും കൂടി കൂടുതൽ ചേരുക ഇവിടെ ഷേപ്ഡ് ബൈ കേട്ടോ. ഷേപ്ഡ് ബൈ ദെയർ ഓൺ വാട്ട്, ദെയർ ഓൺ യെസ് തോട്ട്സ്, ഇമോഷൻസ്. ഓക്കെ, ഓൺ ഇവിടെ ചേർക്കണമെന്നില്ല. ദെയർ തോട്ട്സ്, sorry, their thoughts, emotions, desires. Okay, desires. പിന്നെ എന്ത് പറയാൻ പറ്റും, and their inner conflicts. Okay, and inner conflicts. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഇപ്പോൾ എന്താ പറയണ്ടേ, ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ റൈറ്റ് എബൌട്ട് ബസോള, അല്ലെങ്കിൽ റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആൻറ്റോണിയോ, അല്ലെങ്കിൽ ഡച്ചസ് ഓഫ് മാൽഫി, ആര് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഴുതാം അല്ലേ. അതായത് ഈച്ച് ക്യാരക്ടേഴ്സ് ആർ എന്താ ഷേപ്ഡ് ബൈ ദെയർ തോട്ട്സ്, ഇമോഷൻസ്, ഡിസയർ ആൻഡ് ഇന്നർ കോൺഫ്ലിക്ട്സ്. ഇനിയല്ല മൊത്തമായിട്ട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു അനാലിസിസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ ഇങ്ങനെ കൊടുക്കുക അല്ലേ. അതായത് ദെയർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഈച്ച് ക്യാരക്ടേഴ്സ് അല്ലേ. ഈച്ച് ക്യാരക്ടേഴ്സ് ആക്ഷൻസ് ആർ ഷേപ്ഡ് ബൈ ദെയർ തോട്ട്സ്, ഇമോഷൻസ്, ഡിസയർ ആൻഡ് ഇന്നർ കോൺഫ്ലിക്ട്സ് എന്നുള്ളത്. അപ്പോൾ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള എന്താണ്, ഡീപ്ലി സൈക്കോളജിക്കലാണ് ഓരോ ക്യാരക്ടേഴ്സും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ പ്ലേ ഓൾസോ റെപ്രസെൻറ്റ് ദ സൊസൈറ്റി ഓഫ് ദ ജാക്കോബിയൻ പീരിയഡ് അല്ലേ. അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ദ ക്യാരക്ടേഴ്സ്, എൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ പ്ലേ, okay, the characters of the play also represent the society of Jacobean period. ആണ് ജാക്കോബിയൻ പീരീഡ്. ഓക്കെ, ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെയാണ് ആ കാലഘട്ടത്തിലെ ജാക്കോബിയൻ പീരീഡിലെ സൊസൈറ്റീനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായ ഓരോരോ സ്പെഷ്യൽ ആയിട്ടുള്ള മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. സൊസൈറ്റിയിൽ കാണുന്ന ഓരോ ഇഷ്യൂസ് അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഓരോ ഫീച്ചേഴ്സിനുമായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനെ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എസ്പെഷ്യലി നമുക്ക് ഏത് കാര്യം പറയാം, ദ കറപ്ഷൻ ഓഫ് ദ കോർട്ട് അല്ലേ. എസ്പെഷ്യലി ദ കറപ്ഷൻ ഓഫ് ദ കോർട്ട് ഇവിടെ പറയാം. എസ്പെഷ്യലി ദ കറപ്ഷൻ ഓഫ് ദ കോർട്ട്. നിങ്ങൾക്കൊരു എക്സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതാം. ഓക്കെ, ദ കറപ്ഷൻ ഓഫ് ദ കോർട്ട് എന്നുള്ളത്. ഓക്കെ, എസ്പെഷ്യലി ദ കറപ്ഷൻ ഓഫ് ദ കോർട്ട്, ദ മിസ്യൂസ് ഓഫ് പവർ അല്ലേ. മിസ്യൂസ് ഓഫ് പവർ ആൻഡ് സ്ട്രഗിൾ ഓഫ് ഇൻഡിവിജ്വൽസ് എഗെയിൻസ്റ്റ് അതോറിറ്റി അല്ലേ. ഇത് മാത്രമല്ല, എന്തൊക്കെ ഉണ്ട് പിന്നെ, മിസ്യൂസ് ഓഫ് പവർ ആൻഡ് ദ സ്ട്രഗിൾ അല്ലേ. ഏത് സ്ട്രഗിളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്, സ്ട്രഗിൾ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലേ. സ്ട്രഗിൾ ഓഫ് ഇൻഡിവിജ്വൽസ് against the authority. ഓക്കെ, against the authority. ഇതും എന്താണ്, ഈ ഇവിടെ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ, സോ മിസ്യൂസ് ഓഫ് പവർ എന്തൊക്കെ കാണാൻ പറ്റും, ഈ സൊസൈറ്റിയിലത്തെ
ജാക്കോബിയൻ സൊസൈറ്റീൻ്റെ പീരീഡാണ് നമുക്കിവിടെ ഓരോ ക്യാരക്ടേഴ്സും എന്താ പറയേണ്ടത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് കറപ്ഷൻ ഓഫ് ദ കോർട്ട് അല്ലേ, ഒന്നാണ് കറപ്ഷൻ ഓഫ് ദ കോർട്ട്, പിന്നെന്താണ് മിസ്യൂസ് ഓഫ് പവർ അല്ലേ, മിസ്യൂസ് ഓഫ് പവർ, ദെൻ സ്ട്രഗിൾ ഓഫ് ഇൻഡിവിജ്വൽസ് എഗെയിൻസ്റ്റ് ദ അതോറിറ്റി അല്ലേ, സ്ട്രഗിൾ, അതായത് ഓരോ അവിടുത്തെ ആ അതോറിറ്റീൻ്റെ ഒരു എന്താണ് അവർ മിസ്യൂസ് ചെയ്യുന്ന പവറിനെ എതിരെ ഓരോ ഇൻഡിവിജ്വൽസും എന്ത് ചെയ്തിട്ടുണ്ട്, എഗെയിൻസ്റ്റ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ സ്ട്രഗിൾസും നമുക്കിവിടെ ഈ ഒരു ഓരോ ക്യാരക്ടേഴ്സും അവരുടേതായ സ്റ്റോറിയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഡ്രാമയിൽ എന്നാണ് പറഞ്ഞിരിക്കണം. ഓക്കെ, നൗ okay, through these characters Webster explores themes such as power, morality, ambition, love and revenge അല്ലേ. അപ്പോൾ മെയിൻ തീംസ് അല്ലേ, തീംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, മെയിൻ തീംസ് ഓരോ ക്യാരക്ടേഴ്സും ഓരോ അവരുടേതായ ഫീച്ചേഴ്സിലൂടെ ഏതൊക്കെ തീമിനെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ, പവർ പിന്നെന്ത് പറയാൻ പറ്റും, മൊറാലിറ്റി, അംബിഷൻ അല്ലേ, ഓരോ ഇതിലെയും ആഗ്രഹങ്ങൾ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ലവ് പറയാൻ പറ്റും അല്ലേ, ലവ്, പിന്നെന്താണ് ആൻഡ് റിവെഞ്ച്, ലാസ്റ്റ് ഒരു റിവെഞ്ചും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, റിവെഞ്ച്, ഇതൊക്കെയാണ് മെയിൻ തീം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈച്ച് ക്യാരക്ടർ ഹാസ് എ സ്പെസിഫിക് ഫങ്ഷൻ ഇൻ ദ പ്ലേ അല്ലേ. ഓരോ ക്യാരക്ടേഴ്സിനും എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേർപ്പസ് ഈ ഒരു എന്താ പറയേണ്ടത് ഡ്രാമയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ആൻഡ് ടുഗദർ ദേ ക്രിയേറ്റ് എ ട്രാജിക് വേൾഡ് വെയർ ഇന്നസെൻസ് സഫേഴ്സ് ആൻഡ് കറപ്ഷൻ ഡോമിനേറ്റ്സ് അല്ലേ. ഇവരെല്ലാ ക്യാരക്ടേഴ്സും കൂടിയും ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ജനറലായിട്ടൊരു വ്യൂ പോയിൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ദേ ടുഗദർ ക്രിയേറ്റ് എ ട്രാജിക് വേൾഡ്, എല്ലാവരും കൂടിയും ഒരു ട്രാജിക് വേൾഡിനെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ദേ ഇവിടെ ഇപ്പോൾ എഴുതാം, ദേ ടുഗെദർ നിങ്ങൾക്ക് ഇതൊക്കെ എസ്സേയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന പോയിന്റ്സ് അല്ലേ, അങ്ങനത്തെ മെയിൻ പോയിന്റ്സ് മാത്രമാണ് ഞാനിവിടെ എഴുതുന്നത് കേട്ടോ. ദേ ടുഗെദർ ക്രിയേറ്റ് എ ട്രാജിക് world. Okay, tragic world. They together create a tragic world where innocence suffers and corruption dominates. അവിടെ എന്താണ് ഇന്നസെൻസ് എന്ത് ചെയ്യാണ്, സഫർ ചെയ്യാണ് അല്ലേ, കറപ്ഷൻ ആണ് അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, വേർ വേർ ഇന്നസെൻസ് അല്ലേ, സത്യസന്ധത അല്ലെങ്കിൽ ആത്മാർത്ഥത എന്ത് ചെയ്യാണ്, സഫർ ചെയ്യാണ് അല്ലേ. ഇന്നസെൻസ് സഫേഴ്സ് ആൻഡ് കറപ്ഷൻ, അഴിമതിയും കൊള്ളയൊക്കെയാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്, ഡോമിനേറ്റ്സ്. ഓക്കെ, ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നൊരു പോയിൻ്റാണ്. ഓക്കെ, സോ ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ രീതിക്ക് നിങ്ങൾക്ക് ഈ ക്യാരക്ടർ അനാലിസിസിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച് ക്യാരക്ടർ. ഓക്കെ, ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിൽ നമുക്ക് പോവാം. Okay, welcome back. Now let's discuss about the main character of the story or the play. Who is that? Yes, Duchess of Malfi. So the Duchess. അപ്പോൾ ഞാൻ അതിൻ്റെ ഡച്ചസിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പോയിന്റ് വൈസ് ആണ് എഴുതിയിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഇഫ് ഇൻ കേസ് the examination, if it comes in your examination, you can explain or you can use these points, okay, in your essay, but not in this format, but just explain each point. Okay, എല്ലാ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാൻ. ഇങ്ങനെ പോയിന്റ് വൈസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ബിക്കോസ് എന്താണ്, യു ഹാവ് ഐ തിങ്ക് 25 മാർക്സോ അങ്ങനെ എന്തൊക്കെയാണ്, 12 മാർക്സൊക്കെയാണ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. അപ്പോൾ 12 മാർക്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് എഴുതേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അത് ഇനി എങ്ങനെയാണ് ഇലാബറേറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളത് കാണിക്കാം. സോ ദ ഫസ്റ്റ് ക്യാരക്ടർ, ദ ഡച്ചസ്. ഓക്കെ, സോ ദ ഡച്ചസ് ഇസ് ദ സെൻട്രൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് ദ പ്ലേ. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ദ സെൻട്രൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ സോ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ദ ഡച്ചസ് അല്ലെങ്കിൽ ദ ഡച്ചസ് ഓഫ് മാൽഫി ഇസ് ദ സെൻട്രൽ ഓർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ പ്ലേ. ഓക്കെ, ഓർ ഇൻ ദിസ് പ്ലേ അല്ലെങ്കിൽ ഇൻ ദ പ്ലേ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് എഴുതാം.
So she is presented as a woman of strong will, dignity, courage and what emotional depth അല്ലേ. So she is represented അല്ലെങ്കിൽ she is presented as a woman of strong will, dignity, courage and emotional depth. ഇത്രയും എന്താണ് പറയേണ്ടത്, ഇത്രയും സ്വഭാവ ഗുണങ്ങളുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്നത്. സോ ഷീ ഈസ് പ്രസൻറ്റഡ് എന്ന് എഴുതണം കേട്ടോ. ഷീ ഈസ് പ്രസൻറ്റഡ് ആസ് എ വിമൻ ഓഫ് സ്ട്രോങ് വിൽ അല്ലേ, അത്രയും നിശ്ചയദാർഢ്യമുള്ള ഒരു സ്ത്രീ ആയിട്ട്. അതുപോലെ ഡിഗ്നിറ്റി അല്ലേ, സ്വന്തമായിട്ടൊരു മഹത്വം കൊടുക്കുന്നുണ്ട്. ദെൻ കറേജ്, ധൈര്യം, ദെൻ അത്രയും ഇമോഷണൽ ഡെപ്തും കൂടിയുള്ള ഒരു ക്യാരക്ടറാണ് ആര്, ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്നത്. ഈവൻ ദോ ഷീ ഈസ് വാട്ട് oppressed by their brothers അല്ലേ, or controlled by their her brothers, she just fighted അല്ലേ. അവൾ എന്ത് ചെയ്തു, she just fought against those ബാരിയേഴ്സ് അല്ലേ. ആ ബാരിയേഴ്സിനൊക്കെ അവൾ എന്ത് ചെയ്ത, നിഷ്കരണം എന്ത് ചെയ്തു, അവൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുക തന്നെ ചെയ്തത് അല്ലേ. ബ്രദേഴ്സ് കൺട്രോൾ ചെയ്യാൻ കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അവളുടെ ഒരു ഡിസിഷൻ തന്നെയാണ് അവിടെ എന്താണ് മെയിനായിട്ട് നിന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, സോ ഈവൻ ദോ ഷീ ബിലോങ്സ് ടു എ നോബിൾ ഫാമിലി, ഷീ ഡസ് നോട്ട് ബിഹേവ് ലൈക്ക് എ ടിപ്പിക്കൽ അരിസ്റ്റോക്രാറ്റിക് ഫിഗർ ഹൂ ബ്ലൈൻഡ്ലി ഫോളോസ് സോഷ്യൽ റോൾസ് അല്ലേ. അവൾ ജനിച്ചിരിക്കുന്നത് എന്താണ്, ഒരു നോബിൾ ഫാമിലിയിലാണ്. അപ്പോൾ ഒരു ടിപ്പിക്കലായിട്ടുള്ള അരിസ്റ്റോക്രാറ്റ്സ്, ആ ഒരു കാലഘട്ടത്തിൽ ഒരു ടിപ്പിക്കൽ അരിസ്റ്റോക്രാറ്റ് അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഉയർന്ന തലത്തിലുള്ള ഒരാൾ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ, അവർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ, അതുപോലെ ഒന്നുമല്ല നമ്മുടെ ഡച്ചസ് പ്രവർത്തിച്ചിരുന്നത്. ഇൻസ്റ്റഡ് ഷീ ജസ്റ്റ് ബിഹേവ്ഡ് അല്ലെങ്കിൽ ഷീ ജസ്റ്റ് ബിഹേവ്ഡ് ലൈക്ക് എ കോമൺ മാൻ അല്ലേ. ഒരു കോമൺ മാൻ എങ്ങനെയാണോ എല്ലാവരെയും സ്നേഹിച്ച് അല്ലേ, ഒരു തരത്തിലുമുള്ള എന്താ പറയുക ഒപ്രഷനോ സപ്രഷനോ വേറൊരാൾക്ക് വരുത്താതെ സ്വന്തമായിട്ട് ഉള്ള ഒരു വേയിലൂടെ നല്ല എന്താ പറയണ്ടേ ഒരു ഗുഡ് വേ പാത്തിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയായിരുന്നു. ഈവൻ ദോ ഷീ ഈസ് എ ഡച്ചസ് ഓഫ് ദാറ്റ് കൺട്രി അല്ലേ. ഡച്ചസ് ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ ഒരു എന്താ പറയണ്ടേ ഹുങ്കോ അങ്ങനത്തെ കാര്യങ്ങൾ, അഹങ്കാരമോ അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല എന്നാ പറയണേ. അതുപോലെ തന്നെ ഹു ബ്ലൈൻഡ്ലി ഫോളോ സോഷ്യൽ റൂൾസ് അല്ലേ, കണ്ണടച്ചിട്ട് ആ സോഷ്യൽ റൂൾസിന് അതേപോലെ പിന്തുടരുന്ന ഒരു റൂളർ ആയിരുന്നില്ല നമ്മുടെ ഡച്ചസ് ഓഫ് മാൽഫി എന്നും പറയുന്നുണ്ട്. Instead, she asserts her independence by choosing to marry Antonio, a man of lower social status, purely out of love അല്ലേ. അവൾ അതിനൊക്കെ പകരം എന്താ ചെയ്തത്, അതായത് ഹൈ ക്ലാസ്സിലെ ലെവലുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കണം എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിലെ അരിസ്റ്റോക്രാറ്റ്സ് അല്ലേ, ടിപ്പിക്കൽ അരിസ്റ്റോക്രാറ്റ്സ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മുടെ ഡച്ചസ് എന്താ ചെയ്തത്, അവൾ കല്യാണം കഴിച്ചത് ആരെയായിരുന്നു, ആൻറ്റോണിയോന് അല്ലേ. ആൻറ്റോണിയോ ഹീസ് ഫ്രം ദ ലോവർ ക്ലാസ് ഓഫ് ദ സൊസൈറ്റി, ലോവർ ക്ലാസ് ആണ് അല്ലേ, സൊസൈറ്റിയിലെ ലോവർ ക്ലാസ് ആണ്. സോ അവളുടെ ഒരു ഇൻഡിപെൻഡൻസ് അവിടെ അസേർട്ട് ചെയ്തിട്ട് അങ്ങനെ ആൻറ്റോണിയോനെ മാരി ചെയ്യാൻ ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് ദിസ് ഡിസിഷൻ ഷോസ് ഹെർ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് ബോൾഡ്നെസ് അല്ലേ. ഈ ഒരു ഡിസിഷൻ അവളുടെ ഇൻഡിവിജ്വാലിറ്റീനെയും അല്ലേ, വ്യക്തിത്വത്തെയും അതേപോലെ തന്നെ എന്താണ് ആ ബോൾഡ്നെസ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി ഇൻ എ സൊസൈറ്റി വെർ വിമൻ വെർ എക്സ്പെക്റ്റഡ് ടു ഒബേ മെയിൽ അതോറിറ്റി അല്ലേ. ആ കാലഘട്ടത്തിൽ മെയിൽ ഡോമിനൻസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കിക് സൊസൈറ്റിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് പുരുഷന്മാരെ അനുസരിച്ച് അത്രയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുള്ള കാലഘട്ടമായിരുന്നു ആ ഒരു പീരീഡ്. എന്നാലും നമ്മുടെ ഡച്ചസ് എന്തായിരുന്നു, അവൾ അവളുടേതായ ഇൻഡിവിജ്വാലിറ്റിയിലും ഐഡൻറ്റിറ്റിയിലും ആയിരുന്നു അവൾ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഹർ ബ്രദേഴ്സ് ട്രൈ ടു കൺട്രോൾ ഹർ ലൈഫ് അല്ലേ. അവരുടെ ബ്രദേഴ്സ് എന്ത് ചെയ്തു, അവളെ കൺട്രോൾ ചെയ്യാൻ അല്ലെ, അവളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ഷീ റെസിസ്റ്റ് ദം. പക്ഷേ അവൾ എന്താ ചെയ്തത്, അവളെ അപ്പാടെ റെസിസ്റ്റ് ചെയ്യാണ് ചെയ്തത്. വിച്ച് മേക്സ് ഹർ എ സിമ്പിൾ ഓഫ് ഫ്രീഡം ആൻഡ് പേഴ്സണൽ ചോയ്സ് അല്ലേ. അത് അവളെ എന്ത് ചെയ്യാണ്, പേഴ്സണൽ ഫ്രീഡത്തിൻ്റെയും ചോയ്സിൻ്റെയും ഒരു സിമ്പിളായിട്ടാണ് അവൾ അവിടെ കണക്കാക്കുന്നത്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ദ ഡച്ചസ് ഇസ് നോട്ട് ജസ്റ്റ് ബോൾഡ്, ഷീ ഈസ് ഓൾസോ ഡീപ്ലി ലവിങ് ആൻഡ് കമ്പാഷനേറ്റ് അല്ലേ. ശരിക്കും ഒരു ബോൾഡ് ആയിട്ടുള്ള അങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ സ്ട്രോങ് മൈൻഡിനൊന്നും ഉടമയായിരുന്നില്ല. സ്ട്രോങ് ആണെങ്കിൽ ഫിസിക്കലി സ്ട്രോങ്, മെൻ്റലി സ്ട്രോങ് ഒക്കെയാണ്. ബട്ട് ദെൻ ഷീ ഈസ് ദാറ്റ് മച്ച് ലവിങ് ആൻഡ് കമ്പാഷനേറ്റ് അല്ലേ. അത്രയും സ്നേഹമുള്ളവളും കമ്പാഷനേറ്റും ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അവൾ. ഷീ ഈസ് എ ഡിവോട്ടഡ് വൈഫ് ആൻഡ് എ കെയറിങ് മദർ അല്ലേ. ഒരു ഡിവോട്ടഡ് ആയിട്ടുള്ള അത്രയും അവളുടെ എന്താ പറയണ്ടേ ഭർത്താവിനെ അത്രയും സ്നേഹിക്കുന്ന, മക്കളെ അത്രയും പരിപാലിക്കുന്ന ഒരു ലവിങ് എന്താ പറയണ്ട വൈഫും, ഡിവോട്ടഡ് വൈഫും കെയറിങ് മദർ കൂടി ആയിരുന്നു.
ഈവൻ ഇൻ മൊമെൻറ്റ്സ് ഓഫ് എക്സ്ട്രീം ഡേഞ്ചർ ഷീ തിങ്സ് അബൌട്ട് ദ സേഫ്റ്റി ഓഫ് ഹെർ ചിൽഡ്രൻ അല്ലേ. അത്രയുമായിട്ടുള്ള എക്സ്ട്രീം സിറ്റുവേഷൻസ് നമ്മൾ ഈ പ്ലേയിൽ കണ്ടിട്ടുണ്ട്. അവളുടെ എന്താ പറയുക, ജീവനോടി ഭീഷണിയാവുന്ന ടൈമിലും അവൾ അവളുടെ ചിൽഡ്രന് വേണ്ടിയിട്ട് അവിടെ നിന്നിട്ടുണ്ട് അല്ലേ. സേഫ്റ്റി, അവളുടെ ചിൽഡ്രൻ്റെ സേഫ്റ്റി നോക്കിയിട്ടാണ് അവൾ അവിടെ നിന്നിട്ടുള്ളത്. ദിസ് കോമ്പിനേഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ടെൻഡർനെസ് മേക്സ് ഹർ വെരി ഹ്യൂമൻ ആൻഡ് റിലേറ്റബിൾ ക്യാരക്ടർ അല്ലേ. ഈ ഒരു എന്താ പറയണ്ടേ, ആ ഒരു കോമ്പിനേഷൻ ഓഫ് ആ സ്ട്രെങ്ത്തും ടെൻഡർനെസ്സും അവളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹ്യൂമനും അതുപോലെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ആസ്പെക്ട്സ് ഓഫ് ഹെർ ക്യാരക്ടർ ഈസ് ദ വേ ഷീ ഫേസസ് സഫറിങ് അല്ലേ. ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഡച്ചസിൻ്റെ ഒരു സഫറിങ്ങിനെ അവൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, ആ ഒരു വേ ആണ് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അതായത് when she is captured and tortured by her brothers, she does not lose her dignity. Instead, she shows remarkable courage അല്ലേ. അവൾ ഒരു ലാസ്റ്റ് ടൈമിൽ അല്ലേ, ഈ ബ്രദേഴ്സിനെ വഞ്ചിച്ചു എന്ന് ഈ ബ്രദേഴ്സ് കണ്ടെത്തിയ നിമിഷം ഇവളെന്ത് ചെയ്ത് തടങ്കലിലടയ്ക്കുകയും അത്രയും ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ പോലും ഇവൾ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലേ, ഈ ഡച്ചസ് എന്ന് പറയുന്നത് അത്രയും കറേജിയസ് ആയിട്ടാണ് അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ പേടിച്ച് കരഞ്ഞ് അങ്ങനത്തെ ഒരു സീനൊന്നും അല്ല നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അവൾ അത്രമാത്രം കറേജിയസ് ആയിട്ട് അവളുടെ ഡിഗ്നിറ്റിയിൽ ഉറച്ചു നിൽക്കുമായിരുന്നു അല്ലേ. അങ്ങനെയാണ് നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈവൻ അറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഹെർ ഡെത്ത് ഷീ റിമെയിൻസ് കാം ആൻഡ് ഫിയർലെസ് അല്ലേ. ആ ഒരു അവളുടെ ലാസ്റ്റ് നിമിഷത്തിൽ പോലും ആ ഒരു ഡെത്ത് അവൾക്ക് സംഭവിക്കുമ്പോഴും അവൾ അല്ലെങ്കിൽ ആ ഡച്ചസ് എങ്ങനെയായിരുന്നു, ഷീ റിമെയിൻസ് കാം ആൻഡ് എന്താണ് ഫിയർലെസ് അല്ലേ. അവൾ ഭയങ്കര കാമും പേടിയില്ലാത്ത പോലെ ആയിരുന്നു അല്ലേ, ഒരു ഭീതിയില്ലാത്ത ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. അതായത് ലാസ്റ്റ് അവൾ മരിക്കുമ്പോൾ അവൾ പറയുന്ന ഒരു എന്താ പറയേണ്ട ഒരു കൊട്ടേഷൻ ഉണ്ട്, ദാറ്റ് ഐ ആം ഡച്ചസ് സ്റ്റിൽ അല്ലേ, ഐ ആം ഡച്ചസ് ഓഫ് മാൽഫി സ്റ്റിൽ, ഞാൻ ഇപ്പോഴും ആരാണ്, മാൽഫിയിലെ ഡച്ചസ് തന്നെയാണ് എന്നുള്ളൊരു കൊട്ടേഷനോട് കൂടിയാണ് അവൾ അവളുടെ മരണത്തെ സ്വീകരിക്കുന്നത്. അതായത് അവൾക്ക് മരിക്കാൻ പേടിയുണ്ടായിരുന്നില്ല, ബിക്കോസ് അവളുടെ ഭർത്താവ് മരിച്ചു എന്നുള്ള ആ ഒരു കള്ളക്കഥ ഇവർ വിശ്വസിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ഭർത്താവ് പോയി, എനിക്കിനി ഇവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല, സോ ഞാൻ ഡച്ചസ് ഓഫ് മാൽഫി എന്നുള്ള ലേബലിൽ തന്നെയാണ് ഞാനും ഇവിടെ മരിക്കാൻ പോകുന്നത്, അല്ലാതെ അയ്യോ എന്നെ കൊല്ലരുതേ എന്നൊന്നും അവൾ അവിടെ പറയുന്നില്ല. സോ ആ കറേജിയസ് ആയിട്ടുള്ള ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഷോസ് ദാറ്റ് ഹെർ ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് അല്ലേ. അവളുടെ ഒരു ഐഡൻറ്റിറ്റിനെയും അതേപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റിനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അത് ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നിട്ട് അവളുടെ ഡിഗ്നിറ്റിയോ സെൽഫ് റെസ്പെക്റ്റിനെയോ നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ദാറ്റ് ഈസ്, അതായത് ഇറ്റ് ഷോസ് ദാറ്റ്, അതായത് അവളുടെ ആ ഒരു ഫേമസ് ഡിക്ലറേഷൻ അല്ലേ, ദാറ്റ് ഐ ആം ഡച്ചസ് ഓഫ് മാൽഫി സ്റ്റിൽ, ഇറ്റ് ഷോസ് ദാറ്റ് ഹെർ ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്ട് cannot be destroyed by external forces. Okay, now ലാസ്റ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെ പറയാം, ദസ് ദ ഡച്ചസ് റെപ്രസെൻറ്റ് ട്രൂ നൊബിലിറ്റി അല്ലേ. ഇതൊക്കെ ഈ ഒരു എന്താ പറയണ്ടേ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സൊക്കെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താ, ഡച്ചസ് റെപ്രസെൻറ്റ്സ് ട്രൂ നൊബിലിറ്റി, ശരിക്കുമുള്ള ആക്ച്വൽ നൊബിലിറ്റി എന്താണ്, അല്ലാതെ ആ ഒരു ടിപ്പിക്കൽ നോബിളായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന പോലെയല്ല നമ്മുടെ ഡച്ചസ് അല്ലേ. കറക്റ്റായിട്ടുള്ള ഒരു ട്രൂ നൊബിലിറ്റി എന്താണെന്ന് നമുക്ക് ഡച്ചസ് കാണിച്ചു തരുന്നുണ്ട്. നോട്ട് ബേസ്ഡ് ഓൺ റാങ്ക് ഓ പവർ അല്ലേ. ആ നൊബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ റാങ്ക് അല്ലെങ്കിൽ ആ പവറിലോ റാങ്കിലോ അല്ല ശരിക്കും ആ നൊബിലിറ്റി ബേസ് ചെയ്തിരിക്കുന്നത്, ബട്ട് ഓൺ ക്യാരക്ടർ, കറേജ് ആൻഡ് മോറൽ സ്ട്രെങ്ത്. നമ്മുടെ ക്യാരക്ടർ അല്ലേ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ എന്താ പറയണ്ടേ കറേജ്, നമ്മുടെ ധൈര്യം ആൻഡ് നമ്മുടെ മോറൽ സ്ട്രെങ്ത്, ഇതിലൊക്കെയാണ് ആ ഒരു നൊബിലിറ്റി എന്നുള്ള ഒരു എന്താ പറയുക ആ ഒരു പദം അവിടെ അർത്ഥവത്തായി മാറുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് these are all about the characteristic features of the Duchess. Okay, Duchess of Malfi. ഇവിടെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സെൻട്രൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ, and she represented as a woman of strong will, dignity, courage and emotional depth. Then many cases നമ്മൾ ആ ഒരു ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് എഴുതാം. It shows the individuality and her boldness. Then sometimes she acts as a symbol of freedom and personal choice. Then deeply loving and compassionate. Then last famous declaration, like I am Duchess of Malfi still. It shows that her identity and self-respect cannot be destroyed by external forces. Then
ഷീ ഓൾസോ റെപ്രസെൻറ്റ് ദ ട്രൂ നൊബിലിറ്റി എന്നുള്ളതും പറയാം. സോ ഓരോ കാര്യങ്ങളും വെച്ചിട്ട് വേണം നിങ്ങൾ ഇൻ കേസ് ക്വസ്റ്റ്യന് ഡച്ചസ് ഓഫ് മാൽഫീൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ എക്സാമ്പിൾ വെച്ചിട്ടാണ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോ എക്സാമ്പിളും വെച്ചിട്ടാണ് ഈ ഒരു പോയിൻറ്റ്സ് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതേണ്ടത് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ ഡച്ചസ് ഓഫ് മാൽഫി. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്യാരക്ടർ ആൻറ്റോണിയോ. ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത് ആൻറ്റോണിയോ ആണ് അല്ലേ. ആൻറ്റോണിയോ ആരാന്നറിയാലോ, നമ്മുടെ എന്താ പറയണ്ടേ, അവരുടെ ഡച്ചസിൻ്റെ കൊട്ടാരത്തിലെ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു കൈൻഡ് ഓഫ് കാര്യസ്ഥൻ എന്ന പോലെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പിന്നീട് അതെന്ത് ചെയ്തു, ദാറ്റ് ലീഡ്സ് ടു ദ മാരേജ് ബിറ്റ്വീൻ ആരൊക്കെ, ഡച്ചസും ആൻറ്റോണിയോ അല്ലേ. ഓക്കെ സോ ആൻറ്റോണിയോ ഈസ് പോർട്രേഡ് ആസ് എ മാൻ ഓഫ് ഹോണസ്റ്റി, ഇൻ്റലിജൻസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ അദ്ദേഹം പോർട്രേ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഹോണസ്റ്റി, ഇൻ്റലിജൻസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി, ഇവരുടെയൊക്കെ 3 ക്യാരക്ടേഴ്സ് അല്ലേ, ഈ 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സുമുള്ള ഒരു മാനായിട്ടാണ് അദ്ദേഹത്തെ പോർട്രേ ചെയ്തിട്ടുള്ളത്. മാൻ ഓഫ് ഹോണസ്റ്റി, ഇൻ്റലിജൻസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഹി ബിലോങ്സ് ടു എൻ ലോവർ സോഷ്യൽ ക്ലാസ് കമ്പയർഡ് ടു ദ ഡച്ചസ്, ബട്ട് he possesses qualities that makes him morally superior to many nobles in the play അല്ലേ. അതായത് ഡച്ചസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ he is from ലോവർ ക്ലാസ് ഓഫ് ദ സൊസൈറ്റി അല്ലേ. ഡച്ചസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം വരുന്നത് ഒരു ലോവർ ക്ലാസ്സിൽ നിന്നാണ്. ബട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് അല്ലേ, അദ്ദേഹം പൊസസ് ചെയ്യുന്ന ക്വാളിറ്റീസ് ശരിക്കും അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റീനെയാണ് അവിടെ കാണിക്കുന്നത്. അത് പല നോബിളായിട്ടുള്ള ഈ പ്ലേയിൽ കാണാൻ പറ്റുന്ന ബാക്കി പല നോബിൾ കുടുംബത്തിൽ ജനിച്ച ആളുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് നമ്മുടെ ആൻറ്റോണിയോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പല ക്യാരക്ടേഴ്സിനേക്കാളും മുകളിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു സുപ്പീരിയർ ആയിട്ടുള്ളൊരു നോബിൾ മാൻ കൂടിയാണ് നമുക്ക് ആരെന്ന് പറയാം, നമ്മുടെ ആൻറ്റോണിയോ. ഈവൻ ഇഫ് ഹീ ഈസ് നോട്ട് ഫ്രം ദ നോബിൾ ഫാമിലി എന്നൊന്നും അല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അല്ലെ, അദ്ദേഹത്തിൻ്റെ ഗുണം, ക്വാളിറ്റീസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു തലത്തിലാണ് അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത്. ആൻറ്റോണിയോ ഈസ് അഡ്മയർഡ് ഫോർ ഹിസ് ഗുഡ് നേച്ചർ ആൻഡ് സിംപ്ലിസിറ്റി. അവൻ്റെ ആ ഗുഡ് നേച്ചർ അതേപോലെ സിംപ്ലിസിറ്റി കാരണം അദ്ദേഹത്തെ പല ആൾക്കാരും അഡ്മയർ ചെയ്തിട്ടുണ്ട്. ഹി സെർവ്സ് ആസ് എ കോൺട്രാസ്റ്റ് ടു ദ കറപ്റ്റ് കോർട്ട് അല്ലേ. ആ കറപ്റ്റ് കോർട്ടിനൊരു വിപരീതമായിട്ടാണ് ആൻറ്റോണിയോ അവിടെ നിൽക്കുന്നത്. ആൻഡ് ഹിസ് ഒബ്സർവേഷൻസ് അബൌട്ട് ദ ഫ്രഞ്ച് കോർട്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ ഷോസ് ദാറ്റ് ഹി വാല്യൂസ് ഓർഡർ, ഡിസിപ്ലിൻ ആൻഡ് ഗുഡ് ഗവേണൻസ്. ഓക്കെ, അതായത് ഈ പ്ലേ തുടങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ ആൻറ്റോണിയോൻ്റെ ഒരു ഫ്രാൻസിലെ എന്താ പറയണ്ടേ, ഫ്രഞ്ച് കോർട്ടിൻ്റെ ഒരു ഒബ്സർവേഷൻസ് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് അവൻ വാല്യൂ ചെയ്യുന്നുണ്ട് ഈ ഓർഡറിനെ, ഡിസിപ്ലിനെ, അതേപോലെ ഗുഡ് ഗവൺമെൻറ്റിനെയൊക്കെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പോയിൻറ്റും കൂടി നമുക്കവിടെ കാണാൻ പറ്റും. ഹവെവർ, ഡെസ്പൈറ്റ് ഹിസ് വെർച്യൂസ്, ആൻറ്റോണിയോ ഇസ് നോട്ട് എ സ്ട്രോങ് ഓർ ഹീറോയിക് ഫിഗർ അല്ലേ. അതായത് അവൻ്റെ ഇത്തരത്തിലുള്ള കുറച്ച് വാല്യൂസൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വിൽ പവർ ഉള്ള ഒരാളാണോ ആൻറ്റോണിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കല്ല എന്ന് പറയേണ്ടി വരും അല്ലേ. ഹി ഈസ് നോട്ട് എ സ്ട്രോങ് ഓർ ഹീറോയിക് ഫിഗർ ഇൻ ദിസ് പ്ലേ ഓർ ട്രഡീഷണൽ സെൻസിൽ നോക്കുകയാണെങ്കിൽ. പകരം അവൻ എങ്ങനെയാണ്, ഹി ഈസ് സംവാട്ട് പാസീവ് ആൻഡ് കോഷ്യസ് അല്ലേ. കുറച്ചും കൂടി പാസീവാണ്, പിന്നിലേക്ക് നിൽക്കുന്ന ഒരു തരത്തിലുള്ള ആളാണ്. അതേപോലെ കോഷ്യസ് ആണ്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ കോഷ്യസ്? കോഷ്യസ് എന്ന് പറയുന്നത് CAUTIOUS അല്ലേ. അതായത് കുറച്ചുകൂടി എല്ലാറ്റിനെയും ജാഗ്രതയോടെ കാണുന്ന ഒരാൾ, അതായത് എടുത്തു ചാടുന്ന ഒരാളായിട്ടല്ല നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഹി ഹെസിറ്റേറ്റ്സ് ടു മാരി ടു ഡച്ചസ് ബിക്കോസ് ഹി ഫിയേഴ്സ് ദ കോൺസിക്വൻസസ് അല്ലേ. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഡച്ചസ് അവളുടെ ഒരു ആഗ്രഹം ആൻറ്റോണിയോനോട് പറഞ്ഞപ്പോൾ ഫസ്റ്റ് അവൻ എന്ത് ചെയ്യുന്നു, കുറച്ച് ഹെസിറ്റേഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. ഡച്ചസിനെ മാരി ചെയ്യാൻ വേണ്ടി കുറച്ച് ഹെസിറ്റേഷൻ കാണിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ബാക്കി പത്രമായിട്ട് വരുന്ന റിസൾട്ട്സ്, കോൺസിക്വൻസസ് ആലോചിക്കുമ്പോൾ എന്താണ്, ആൻറ്റോണിയോയ്ക്ക് ഡച്ചസിനെ മാരി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അവൻ പറയുന്നുണ്ട്. ബിക്കോസ് ഹീ ഈസ് ഫ്രം ദ ലോവർ ക്ലാസ്, ഡച്ചസ് ഇസ് ഫ്രം ദ ഹൈ ക്ലാസ് അല്ലേ. അതുകൊണ്ട് ആൻഡ് ഈവൻ ആഫ്റ്റർ മാരേജ് ഹീ ഈസ് അണേബിൾ ടു പ്രൊട്ടക്ട് ഹിസ് ഫാമിലി ഫ്രം ഡേഞ്ചർ അല്ലേ. ആ കല്യാണം കഴിഞ്ഞിട്ടൊന്ന് ആലോചിച്ച് നോക്കിയോക്ക്, അവൻ്റെ ഫാമിലീനെ ഫുള്ളായിട്ട് രക്ഷിക്കാൻ അവന് കഴിയുന്നുണ്ടോ? അത്രയും സ്ട്രോങ്, ഒരു വിൽ പവർ, കറേജിയസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡച്ചസിന് ഇത്തരത്തിലുള്ളൊരു
എന്താ പറയണ്ടേ, ഒരു സിറ്റുവേഷൻ വരില്ലായിരുന്നു അല്ലേ. അവിടെ അതിന് പകരം അവരൊരു എന്താ പറയണ്ട, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുണ്ടാക്കിയൊരു പ്ലാൻ ആയിരുന്നു ഇവൻ പുറത്തേക്ക് പോവാം ഒരു കാരണം ഉണ്ടാക്കിയിട്ട് എന്നുള്ളത്. പക്ഷെ ശരിക്ക് തൻ്റെ വൈഫിനെയും മക്കളെയും രക്ഷിക്കണം എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു അല്ലേ. അപ്പോൾ അതാ പറയുന്നത്, ഹീ ഈസ് അണേബിൾ ടു പ്രൊട്ടക്ട് ഹിസ് ഫാമിലി ഫ്രം ഡേഞ്ചർ എന്നുള്ളത്. ദിസ് വീക്ക്നെസ് ഹൈലൈറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഐഡിയ ഇൻ ദ പ്ലേ അല്ലേ. അതായത് ഈ ഒരു ക്യാരക്ടറിനുള്ള ഈ ഒരു വീക്ക്നെസ് ഈ ഒരു പ്ലേയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ട്. അതായത് ഗുഡ്നെസ് എലോൺ ഇസ് നോട്ട് ഇനഫ് ടു സർവൈവ് ഇൻ എ കറപ്റ്റ് വേൾഡ്. ഒരു അഴിമതി നിറഞ്ഞ വേൾഡിൽ നല്ലവനായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ വേറൊരു മാർഗത്തിലൂടെയും ചിന്തിക്കാതെയും കടന്നു പോകാത്തൊരു മനുഷ്യന് മാത്രമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ഒരു എന്താ പറയുക, കണ്ണിങ്നെസ് ഒക്കെ വേണം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്നെസ് എലോൺ ഇസ് നോട്ട് ഇനഫ് ടു സർവൈവ് ഇൻ എ കറപ്റ്റ് വേൾഡ്. ഗുഡ്നെസ് മാത്രം പോരാ ഈ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള വേൾഡിൽ ജീവിക്കാനുള്ളതെന്നുള്ളൊരു ഐഡിയ തരുന്നുണ്ട്. Then Antonio's fate is tragic because he becomes a victim of circumstances beyond his control അല്ലേ. അവൻ്റെ കൺട്രോളിൽ നിന്നും മുകളിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അവൻ്റെ ഒരു ട്രാജിക് ഫേറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വിക്റ്റിമാണ്, ഒരു ഇരയാണ് ആൻറ്റോണിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാം. ഹിസ് ആക്സിഡൻ്റൽ ഡെത്ത് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ബെസോള ഫർദർ എംഫസൈസസ് ദ റോൾ ഓഫ് ഫേറ്റ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ പ്ലേ അല്ലേ. അതായത് അവൻ ആക്സിഡൻ്റ് ആയിട്ടാണ് അവിടെ മരണപ്പെടുന്നത്, കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് ബസോളേൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ. ബസോള വിചാരിച്ചത് ബ്രദേഴ്സ് ആണെന്നുള്ള രീതിക്കാണ് കത്തി വീശി അല്ലെങ്കിൽ ആ വാള് വീശി കൊന്നത്. പക്ഷെ കൊന്നപ്പോൾ ആണ് മനസ്സിലാവുന്നത് ദാറ്റ് ഇസ് നോട്ട് നമ്മുടെ ബ്രദേഴ്സ് ബട്ട് ആൻറ്റോണിയോ എന്നുള്ളത് ബസോള മനസ്സിലാക്കുന്നത്. അപ്പോൾ ആൻറ്റോണിയോയുടെ ആ ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു ഫേറ്റിനെയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആ പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദസ് ആൻറ്റോണിയോ റെപ്രസെൻറ്റ്സ് മോറൽ ഗുഡ്നെസ് കമ്പൈൻഡ് വിത്ത് ഹ്യൂമൻ ലിമിറ്റേഷൻസ് അല്ലേ. അതായത് ആൻറ്റോണിയോ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മോറൽ ഗുഡ്നെസ്സിനെയാണ്. അത് കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ ലിമിറ്റേഷനും കൂടിയുണ്ട്. അതായത് ഒരു ഹ്യൂമൻ ആയിരിക്കെ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാവാം എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ these are all about the characteristic features of നമ്മുടെ Antonio. Okay, portrayed as a man of honesty, intelligence and integrity. He belongs to a lower social class compared to Duchess. He values order, discipline and good governance. And Antonio is not a strong or heroic figure despite his virtues. Then his represented as passive and cautious. That goodness alone is not enough to survive in a corrupt world എന്നുള്ള idea we can observe from the characteristics of this character Antonio. Then he represents the moral goodness combined with the human limitation. Okay, so that's about Antonio. Okay, so now let's discuss about the character Duke Ferdinand. Okay, so another character is Duke Ferdinand. നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡ്യൂക്ക് ഫെർഡിനൻഡ്. ഇനി നമുക്ക് 3 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഡ്യൂക്ക് ഫെർഡിനൻഡ്, കാർഡിനൽ, പിന്നെ ആരാണ് നമ്മുടെ ലാസ്റ്റ് ബസോള. ഓക്കെ, സോ നമുക്ക് ഡ്യൂക്ക് ഫെർഡിനൻഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കാം. ഫെർഡിനൻഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലെക്സ് ആൻഡ് ഡിസ്റ്റർബിങ് ക്യാരക്ടർ ഇൻ ദ പ്ലേ അല്ലേ. നമുക്ക് പറയാൻ പറ്റും ഏറ്റവും കോംപ്ലെക്സ് ആയിട്ടുള്ള കുറച്ച് ഡിസ്റ്റർബിങ്, നമുക്ക് തന്നെ കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു വില്ലൻ ക്യാരക്ടറാണ് ആര്, ഫെർഡിനൻഡ് എന്ന് പറയുന്നത്. ഡ്യൂക്ക് ഫെർഡിനൻഡ് എന്ന് പറയാൻ ഇവിടെ കാരണം ജസ്റ്റ് അത്രയേ ഉള്ളൂ, ബ്രദർ ആണല്ലോ. അപ്പോൾ ഡച്ചസ് എന്ന് പറയുമ്പോൾ ഡച്ചസിൻ്റെ ബ്രദർ ഒബ്വിയസ്ലി അവിടെ ഡ്യൂക്ക് ആവാൻ ചാൻസ് ഉണ്ടല്ലോ, ദാറ്റ്സ് വൈ. ഓക്കെ, ആൻഡ് ഹീ ഈസ് ഡ്രൈവൻ ബൈ ഇൻറ്റൻസ് ഇമോഷൻസ് സച്ച് ആസ് ജലസി, ആങ്കർ ആൻഡ് ഒബ്സഷൻ. ഇത്തരത്തിലുള്ള ഇമോഷൻസോടു കൂടിയാണ് ഈ ഒരു ഫെർഡിനൻഡ് ഈ ഒരു ഡ്രാമയിലൂടെ കടന്നു പോകുന്നത്. അതും വെറും കുറച്ചു ജലസിയോ കുറച്ച് ആങ്കറോ ഒന്നുമല്ല, അത് ഇൻറ്റൻസ് ആണ് അല്ലേ. തീവ്രമായിട്ടുള്ള ജലസി, ആങ്കർ ആൻഡ് ഒബ്സഷനിലൂടെയാണ് ഫെർഡിനൻഡ് ഈ പ്ലേയിലൂടെ കടന്നു പോകുന്നത്. ഫ്രം ദ ബിഗിനിങ് ഫെർഡിനൻഡ് ഷോസ് ആൻ അൺഹെൽത്തി ഇൻട്രസ്റ്റ് ഇൻ ഹർ സിസ്റ്റേഴ്സ് ലൈഫ് അല്ലേ. ഫസ്റ്റ് ബിഗിനിങ്ങിലൊക്കെ നമുക്ക് കാണാൻ പറ്റും തീരെ എന്താ പറയണ്ട ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ആരുടെ ലൈഫായിട്ട്, സിസ്റ്റേഴ്സിൻ്റെ ലൈഫ് അല്ലേ. അതായത് ഡച്ചസിൻ്റെ ലൈഫിനോട് ഒരു അൺഹെൽത്തി ഇൻട്രസ്റ്റ് ആയിരുന്നു
ഫെർഡിനൻഡിന് ഉണ്ടായിരുന്നത് പറയണത്. ഹിസ് സ്ട്രോങ് ഒപ്പോസിഷൻ ടു ഹർ റീമാരേജ് സജസ്റ്റ് നോട്ട് ഓൺലി കൺസേൺ ഫോർ ഫാമിലി ഹോണർ ബട്ട് ഓൾസോ എ ഡീപ്പർ സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ്. അല്ലേ, അതായത് അദ്ദേഹം ആ ഡച്ചസിനെ റീമാരി ചെയ്യുന്നതിൽ അല്ലെങ്കിൽ റീമാരി ചെയ്യിപ്പിച്ച് കൊടുക്കുന്നതിൽ ഫെർഡിനൻഡിന് അത്രത്തോളം താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ഒരു ഡച്ചസ് രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ ആ ഹോണസ്റ്റി തകരാറിലാവും എന്നുള്ളത് കൊണ്ടാണോ? അല്ല, വേറെ പല കാരണങ്ങളുമാണ്. ആ ഒരു സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് നമുക്ക് അവിടെ കാണാം. ആ ഒരു ഇൻഹെറിറ്റൻസ് നഷ്ടപ്പെടുമോ, അല്ലേ? അതായത് ഡച്ചസ് കല്യാണം കഴിച്ചു പോയാൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്കും അവരുടെ ഭർത്താവിനൊക്കെ ആയിരിക്കും ആ പവർ, മണി, ഇൻഹെറിറ്റൻസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യപ്പെടുന്നത്. തങ്ങൾക്കൊന്നും കിട്ടില്ല എന്നുള്ള ഒരു എന്താ പറയേണ്ടത് ഡിസ്റ്റർബൻസ്, സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് നമുക്കവിടെ കാണാൻ പറ്റും. ദെൻ ഫെർഡിനൻഡ്സ് ബിഹേവിയർ ഓഫൺ അപ്പിയേഴ്സ് ഇറാഷണൽ ആൻഡ് എക്സ്ട്രീം. അല്ലേ, ഭയങ്കര ഇറാഷണലായും എക്സ്ട്രീമൊക്കെ ആയിട്ടാണ്. റാഷണൽ തിങ്കിങ് അല്ല ഇവിടെ കാണുന്നത്, ഇറാഷണൽ എന്നാണ് പറഞ്ഞിരിക്കണം. അല്ലേ, അത്രയും ബിഹേവിയറൊക്കെയാണ് നമുക്ക് ഫെർഡിനൻഡിൻ്റെ ക്യാരക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതായത് എന്താ പറയണ്ടത്, യുക്തിക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്, അല്ലേ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ. ആസ് ദ പ്ലേ പ്രോഗ്രസസ് ഫെർഡിനൻഡ് ബിക്കംസ് ഇൻക്രീസിംഗ്ലി ക്രൂവൽ. ഈ പ്ലേ മുന്നോട്ട് പോകുന്തോറും നമുക്ക് കാണാൻ പറ്റുന്നത് ഫെർഡിനൻഡ് എന്നുള്ള ക്യാരക്ടർ ക്രൂവലായി വരുന്ന ഒരു സിറ്റുവേഷനാണ്, ആ ഒരു പ്രോഗ്രസ്സാണ് കാണുന്നത്. ഹി യൂസസ് സൈക്കോളജിക്കൽ ടോർച്ചർ ടു ബ്രേക്ക് ദ ഡച്ചസ്. അല്ലേ, ഡച്ചസിനെ അത്രയും മെൻ്റലി ഫിസിക്കലി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടോർച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്, കുറേ അവളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അല്ലേ, ആസ് എ ബ്രദർ ആയിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ ബീയിങ് ബ്രദർ, ഹി ഡസൻറ്റ് ഗീവ് എനി കൈൻഡ് ഓഫ് കൺസിഡറേഷൻ ടു ഹിസ് സിസ്റ്റർ. അല്ലേ, ഒരു തരത്തിലുള്ള കൺസിഡറേഷനും സിസ്റ്ററിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇറ്റ് ഷോയിങ് ഹർ ഫേക്ക് ആൻഡ് ഡെഡ് ബോഡീസ് ആൻഡ് ട്രൈങ് ടു ഡിസ്ട്രോയ് ഹർ മെൻറ്റാലിറ്റി. അല്ലേ, അതായത് എങ്ങനെയാണ് അത്രയും ടോർച്ചർ ചെയ്തത്? തൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഡച്ചസിൻ്റെ അടുത്തേക്ക് ഒരു ഫേക്ക് ഡെഡ് ബോഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അവൾ എന്താവും, മെൻ്റലി ബ്രേക്ക് ഡൗൺ ആവും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്രൂവൽറ്റി അവൻ ചെയ്തിരുന്നത്. ഹിസ് ക്രൂവൽറ്റി റിവീൽസ് ദ ഡാർക്ക്നെസ് ഓഫ് ഹിസ് ക്യാരക്ടർ ആൻഡ് ദ കറപ്റ്റ് നേച്ചർ ഓഫ് പവർ. ഈ ഒരു ക്രൂവൽറ്റി അവൻ്റെ എന്തിനെയാണ് കാണിക്കുന്നത്? ഇവിടെ ഒരു ഡാർക്കൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അല്ലേ, അത്രയും ദുഷിച്ച ഒരു സ്വഭാവമുള്ള ക്യാരക്ടറായിട്ട് ഡാർക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ കറപ്റ്റ് നേച്ചർ ഓഫ് പവർ, അല്ലേ, പവറിനെ കറപ്റ്റ് ചെയ്യുന്ന ഒരു നേച്ചറുമാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ ലാസ്റ്റ് എത്തുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ഡച്ചസ് മരിച്ചു കിടക്കുമ്പോൾ, അല്ലേ, അവന് കിട്ടുന്ന ഒരു എന്താ, ചിലപ്പോൾ അവനൊന്ന് ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. അതായത് അവൻ്റെ അല്ലെങ്കിൽ സിസ്റ്റർ ആണല്ലോ, അവൻ കാരണമാണല്ലോ സിസ്റ്റർ അവിടെ കൊല്ലപ്പെട്ടത് എന്നുള്ള ഒരു റിയലൈസേഷൻ കാരണം ഫെർഡിനൻഡിനൊരു ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ അവിടെ സംഭവിക്കുകയാണ്. മെൻ്റൽ സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്? ഡെറ്ററിയോറേറ്റ്സ്, അല്ലേ, അവിടെ നശിക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ഡച്ചസ് ഡെത്ത് ഹി ബിക്കംസ് മാഡ്. അവൻ അവിടെ മാഡ് ആവുകയാണ്. അതേപോലെ തന്നെ ഇമാജിൻ ഹിം ആസ് എ വൂൾഫ്, അല്ലേ, അവനെ തന്നെ ഒരു ചെന്നായ, ഒരു കൈൻഡ് ഓഫ് എവിളായിട്ടാണ് അവനെ കണ്ടിരുന്നത്. ഒരു ഡിസോർഡർ അവിടെ ആ ഒരു ഡ്രാമയിൽ പറയുന്നുണ്ട്. ലിക്കാൻത്രോപ്പി എന്ന് പറയുന്ന ഒരു രോഗമാണ് അവന് പിടിപെടുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു കണ്ടീഷനാണ് അത് കേട്ടോ. ദിസ് മാഡ്നസ് ക്യാൻ ബി സീൻ ആസ് എ റിസൾട്ട് ഓഫ് ഗിൽട്ട് ആൻഡ് ഇന്നർ കോൺഫ്ലിക്റ്റ്. ഇത് നമുക്ക് ഈ ഒരു ഡിസോർഡർ, ഫെർഡിനൻഡിന് വന്നിട്ടുള്ള ഈ ഒരു ഡിസോർഡർ എന്താണ് നമുക്ക് മനസ്സിലാക്കാം? അവൻ ചെയ്ത പാപത്തിൻ്റെ ഒരു സിന്നൽ, ആ സിന്നിൻ്റെ ഒരു റിസൾട്ടായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഗിൽട്ട്, ആ ഒരു കുറ്റബോധം കൊണ്ടോ, അല്ലെങ്കിൽ ഇന്നർ കോൺഫ്ലിക്റ്റ്, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റിൻ്റെ റിസൾട്ട് കാരണമൊക്കെ ആയിരിക്കാം അവൻ ആ മാഡ്നസ് കിട്ടുന്നത്. Ferdinand's character demonstrates how unchecked power and uncontrolled emotions can lead to self-destruction. അതായത് ഫെർഡിനൻഡിൻ്റെ ഈ ഒരു ക്യാരക്ടറിലൂടെ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്? ഈ ഒരു ഐഡിയയാണ്. അതായത് അൺചെക്ഡ് പവർ ആൻഡ് അൺകൺട്രോൾഡ് ഇമോഷൻസ്, അല്ലേ, അൺചെക്ഡ് ആയിട്ടുള്ള പവർ, അതേപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഇമോഷൻസൊക്കെ സെൽഫ് ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട്, അല്ലെ, സെൽഫ് ഡിസ്ട്രക്ഷനിലേക്കാണ് റിസൾട്ട് ചെയ്യപ്പെടുക എന്നുള്ളൊരു കണ്ടീഷൻ നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഹീസ് ബോത്ത് വില്ലൻ ആൻഡ് എ ട്രാജിക് ഫിഗർ, അല്ലേ, ഒരു വില്ലനുമാണ്, ഒരു ട്രാജിക് ഫിഗറും കൂടിയാണ്. അതായത് ഹിസ് ആക്ഷൻ അൾട്ടിമേറ്റ്ലി ഡിസ്ട്രോയ് ഹിംസെൽഫ്. അവൻ്റെ ആ ഒരു ക്രൂരത നിറഞ്ഞിട്ടുള്ള ആക്ഷൻ അവനെ തന്നെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്, അല്ലേ, അവൻ്റെ അല്ലെങ്കിൽ കർമ്മ എന്ന് പറയുന്ന പോലെ നമ്മുടെ താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ അനുഭവിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡ്യൂക്ക് ഫെർഡിനൻഡ്. ഓക്കെ, ഇവിടെ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
നെക്സ്റ്റ് കാർഡിനലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഫെർഡിനൻഡിനെ വെച്ച് നോക്കുമ്പോൾ കാർഡിനൽ അത്രത്തോളം എക്സ്പ്രസീവ് അല്ല, ആ ഒരു വില്ലനിസം എക്സ്പ്രസ് ചെയ്യുന്നില്ല, എന്നാൽ കുറച്ചുകൂടി ക്രൂക്കഡ് മൈൻഡായിട്ടുള്ള പിന്നിൽ നിന്നും ചരട് വലിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ആരെ കാണാൻ പറ്റുന്നത്, കാർഡിനലിനെ കാണാൻ പറ്റുന്നത്. സോ കാർഡിനൽ റെപ്രസെൻറ്റ്സ് കോൾഡ് കാൽക്കുലേറ്റഡ് എവിൾ അല്ലേ, എല്ലാം കണക്കുകൂട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു എവിളായിട്ടാണ് ഇവിടെ കാർഡിനലിനെ കാണാൻ പറ്റുന്നത്. അൺലൈക്ക് ഫെർഡിനൻഡ് ഹൂ ഈസ് ഇമോഷണൽ ആൻഡ് ഇമ്പൾസീവ്, കുറച്ചുകൂടി ഇമോഷണലും ഇമ്പൾസീവും ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഫെർഡിനൻഡ്. പക്ഷേ അതുപോലെയല്ല കാർഡിനൽ കുറച്ചും കൂടി കാമാണ്, കൺട്രോൾഡ് ആണ്, അതുപോലെ ഹൈലി മാനിപ്പുലേറ്റീവ് അല്ലേ, ഓരോ കഥകളും കെട്ടിച്ചമച്ച് മെനഞ്ഞെടുക്കാനുള്ള അത്രയും പവറുള്ള ഒരാളാണ് ആര്, കാർഡിനൽ. ആസ് എ റിലീജിയസ് ഫിഗർ കുറച്ചുകൂടി റിലീജിയസ് ആണ് അല്ലേ, അതായത് ആ ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്ന് ബൈബിളിന് മേലെ സത്യം ചെയ്യിപ്പിക്കലും ചുംബിക്കലൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത്രത്തോളം റിലീജിയസ് ഫിഗറാണ്. ഹീ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി മോറൽ ആൻഡ് വേർച്വസ്. അപ്പോൾ റിലീജിയസ് ഫിഗർ ആയതുകൊണ്ട് തന്നെ അവൻ കുറച്ചുകൂടി മോറലും അതേപോലെ തന്നെ വേർച്വസ് ഒക്കെ ആവേണ്ടതാണ്. പക്ഷേ ഹീ ഈസ് ആക്ച്വലി കറപ്റ്റ് ആൻഡ് ഹിപ്പോക്രിറ്റിക്കൽ അല്ലേ, കുറച്ചും കൂടി എന്താണ് ഹിപ്പോക്രിറ്റിക്കലാണ്, അതേപോലെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഹി യൂസസ് ഹിസ് പൊസിഷൻ ഫോർ പേഴ്സണൽ ഗെയിൻ ആൻഡ് എൻഗേജസ് ഇൻ ഇമ്മോറൽ ആക്ഷൻസ് വിത്തൗട്ട് എനി സെൻസ് ഓഫ് ഗിൽട്ട് അല്ലേ, ഒരു കുറ്റബോധവും ഇല്ലാതെ അവൻ്റേതായ പേഴ്സണൽ എന്താ പറയണ്ടേ ഇന്നിങ്സിന് വേണ്ടി അല്ലെങ്കിൽ ഗെയിനിന് വേണ്ടി പലതരത്തിലുള്ള ഇമ്മോറൽ ആക്ഷൻസിലും പലതരത്തിലുള്ള വേറെ കുറേ ക്രൂവലായിട്ടുള്ള കാര്യങ്ങളിലും അവൻ എൻഗേജ് ആവുന്നുണ്ട്. കാർഡിനൽസ് ആക്ഷൻസ് ആർ ഗൈഡഡ് ബൈ ലോജിക്കൽ റാദർ ദാൻ ഇമോഷണൽ അല്ലേ, അവൻ ലോജിക്കായിട്ടാണ് ചിന്തിക്കുക, ഒരു തരത്തിലുള്ള ഇമോഷണൽ കണക്ടിവിറ്റിയും അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. വിച്ച് മേക്സ് ഹിം ഈവൻ മോർ ഡേഞ്ചറസ് അല്ലേ, അത് അവനെ കുറച്ചും കൂടിയും ഡേഞ്ചറസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഹി പ്ലാൻസ് കെയർഫുള്ളി ആൻഡ് യൂസസ് അതേഴ്സ് അല്ലേ, അവൻ ഭയങ്കരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ പേഴ്സൺ ഹൂ ഈസ് സിറ്റിംഗ് ബിഹൈൻഡ് ദ കർട്ടൻ ആൻഡ് ജസ്റ്റ് പ്ലാനിങ് ഫോർ എവറിത്തിങ് അല്ലേ, കർട്ടൻ്റെ പിന്നിലിരുന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചരട് വലിക്കുന്ന ഒരാളായിട്ടാണ് അവിടെ പ്ലാൻ ചെയ്യാണ്, കെയർഫുള്ളി പ്ലാൻ ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ എങ്ങനെ എന്ത് ചെയ്യുക, ത്രോ ചെയ്യാം, അതുപോലെ തന്നെ ബസോളേനെ എങ്ങനെയാണ് ആ ഒരു സ്കീമിലേക്ക് അല്ലേ ക്യാരി ഔട്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ആ ഒരു പ്ലാൻ കെയർഫുള്ളി നമുക്കിവിടെ കാണാൻ പറ്റും. ഈവൻ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേ ദ കാർഡിനൽ ഡസ് നോട്ട് ഷോ ജീനിയസ് റിമോഴ്സ് അല്ലേ, അവിടെ ലാസ്റ്റ് ആണെങ്കിലും ഒരു ജീനിയസ് ആയിട്ടുള്ള റിമോഴ്സ് ഒന്നും നമുക്ക് അവിടെ കാർഡിനലിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ കാണാൻ പറ്റുന്നില്ല. ആ ഒരു എന്താ പറയേണ്ടത് ലാസ്റ്റ് നിമിഷങ്ങളിൽ കാർഡിനലിൻ്റെ എന്താ പറയേണ്ട ഒരു ഡൗൺ അല്ലേ അല്ലെങ്കിൽ ഫാളൻ ഒക്കെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഹി ഡസ് നോട്ട് ഷോ ജീനിയസ് റിമോഴ്സ്, ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു റിമോഴ്സ് മീൻസ് പശ്ചാത്താപം കേട്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഹിസ് ഡെത്ത് ഇസ് നോട്ട് അക്കമ്പനൈഡ് ബൈ മോറൽ റിയലൈസേഷൻ, ഒരു മോറൽ റിയലൈസേഷനിലോട് കൂടിയാണോ അവൻ്റെ മരണം സംഭവിക്കുന്നത്, ഇപ്പോൾ ഫെർഡിനൻഡിനൊക്കെ പറ്റിയ പോലെ അല്ല. വിച്ച് ഹൈലൈറ്റ്സ് ഹിസ് കംപ്ലീറ്റ് ലാക്ക് ഓഫ് കോൺസൈൻസ് അല്ലേ, ഒരു കോൺസൈൻസിനുള്ള ഒരു കംപ്ലീറ്റ് ലാക്കാണ്, അങ്ങനെ ഒരു അത്തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ മൊറാലിറ്റി തീരെ ഇല്ല എന്നുള്ള ഒരു കാണിക്കലാണ് അല്ലേ, ഒരു മനസാക്ഷി ഇല്ലാത്തൊരു കാണിക്കലാണ്. കോൺസൈൻസ് എന്ന് പറഞ്ഞാൽ മനസാക്ഷി എന്ന് പറയുന്നൊക്കെ പോലത്തെ നമുക്കിവിടെ പറയാം കേട്ടോ, ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നത്. സോ കാർഡിനൽ സിംബലൈസസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ ആൻഡ് മോറൽ എംപ്റ്റിനെസ് അല്ലേ, എംപ്റ്റിനെസ് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത എംപ്റ്റി ആയിട്ടുള്ള അവസ്ഥ, മോറൽ എംപ്റ്റിനെസ്സും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷനുമാണ് ഇവിടെ ആര് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, കാർഡിനൽ എന്നുള്ള ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്യാരക്ടർ കാർഡിനൽ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫെർഡിനൻഡ്, രണ്ട് ബ്രദേഴ്സായിട്ടുള്ള ഫെർഡിനൻഡിനെയും കാർഡിനലിനെയും കുറിച്ചിട്ട് നമ്മളിവിടെ പറഞ്ഞു. നെക്സ്റ്റ് ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ബസോളയാണ് കേട്ടോ. ബസോള എനിക്കിവിടെ കാണാൻ പറ്റും. ബസോളേൻ്റെ കുറച്ച് മെയിൻ പോയിൻറ്റ്സ് മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. സോ ബസോള പെർഹാപ്സ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഡൈനാമിക് ക്യാരക്ടർ അല്ലേ, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ല ഡൈനാമിക്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ചേഞ്ചസ് അല്ലേ, ലൈഫിൽ ചേഞ്ചസ് കാണുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് ബസോള. അതാണ് ഡൈനാമിക് എന്ന് പറയുന്നത് കേട്ടോ. ഹി ബിഗിൻസ് ആസ് എ ഡിസ്സാറ്റിസ്ഫൈഡ് ആൻഡ് സിനിക്കൽ മാൻ ഹു വർക്ക്സ് ആസ് എ സ്പൈ ഫോർ ദ ബ്രദേഴ്സ് ലൈക്ക്. ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ബസോള എന്ന് പറയുന്ന ഒരു സ്പൈനെയാണ്. അവനറിയാം അവൻ ചെയ്യുന്നത് കുറ്റമാണ്, എന്നാലും ഒരു ആസ് എ സെർവൻറ്റ് അവൻ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നൊരു അല്ലേ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയല്ല അവൻ ആ വർക്ക് ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ബസോള ഈസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ഒബ്സർവൻറ്റ് അല്ലേ, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ഒബ്സർവൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്
ബട്ട് ഹീ ഈസ് ഓൾസോ ബിറ്റർ എബൌട്ട് സൊസൈറ്റീനെ കുറിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബിറ്ററാണ് അല്ലേ. ഹി ബിലീവ്സ് ദാറ്റ് ദ വേൾഡ് ഈസ് കറപ്റ്റ് ആൻഡ് ദാറ്റ് പീപ്പിൾ ആർ ഡ്രൈവൺ ബൈ സെൽഫിഷ് മോട്ടീവ്സ്. അവൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, സെൽഫിഷ് ആയിട്ടുള്ള മോട്ടീവ്സോട് നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വേൾഡാണ്, അതേപോലെ കറപ്റ്റഡ് ആയിട്ടുള്ളൊരു വേൾഡാണ് എന്നൊക്കെയാണ് അവൻ വിശ്വസിക്കുന്നത്. ദിസ് മേക്സ് ഹിം എ മാഷി വില്ലൻ ക്യാരക്ടർ. ഈ ഒരു ചിന്താഗതി അവനൊരു മാഷി വില്ലൻ ക്യാരക്ടറായിട്ടാണ് കണക്കാക്കുന്നത്. മാഷി വില്ലൻ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വില്ലിങ് ടു ഡൂ ഇമ്മോറൽ ആക്ട്സ് ഫോർ പേഴ്സണൽ ഗെയിൻ. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് മാഷി വില്ലൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഹവെവർ ബസോള ഇസ് നോട്ട് എൻറ്റയർലി എവിൾ. പക്ഷെ നമുക്ക് എന്താ, മൊത്തത്തിൽ അവൻ ഒരു എവിളിസ്റ്റ് ക്യാരക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ബസോള ഇസ് നോട്ട് എൻറ്റയർലി എവിൾ. ആസ് ദ പ്ലേ പ്രോഗ്രസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കാണാൻ പറ്റുന്നത് അവൻ്റെ ഒരു റിയലൈസേഷൻ ആണ് അല്ലേ. ഹി ബിക്കംസ് അവെയർ ഓഫ് ദ കോൺസിക്വൻസസ് ഓഫ് ഹിസ് ആക്ഷൻസ് അല്ലേ. അവൻ്റെ ഒരു ആക്ഷൻസിൻ്റെ കോൺസിക്വൻസസ്, പരിണിത ഫലങ്ങൾ അവൻ മനസ്സിലാക്കുന്നുണ്ട് ലാസ്റ്റ് എൻഡ് ഓഫ് ദ പ്ലേയിൽ. ആഫ്റ്റർ ഡെത്ത് ഓഫ് ദ ഡച്ചസ് മരിച്ചതോടുകൂടിയാണ് ആ ഒരു പോയിന്റിലേക്ക് അവൻ എത്തുന്നത്. ഹി ഫീൽസ് ഗിൽട്ട്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറ്റബോധം തോന്നുന്നുണ്ട്. ആൻഡ് ബിഗിൻസ് ടു ക്വസ്റ്റ്യൻ ഹിസ് റോൾ. അവൻ്റെ റോളിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ശരിക്കും എന്താണ് താൻ ചെയ്യുന്നത്, ഒരു ഡച്ചസ് അല്ലെ, ഒരു രാജ്യത്തിൻ്റെ ഡച്ചസിനെ അവൻ കൊല്ലാൻ വേണ്ടിയിട്ട് മുതിർന്നു. എന്നിട്ട് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ക്രുവൽറ്റി നിറഞ്ഞിട്ടുള്ള രണ്ട് ബ്രദേഴ്സിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അത്തരത്തിലുള്ളൊരു ഞാൻ അങ്ങനെ ചെയ്തുകൂടാ, ആൻറ്റോണിയോനെ രക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ബസോളയുടെ ക്യാരക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദിസ് ലീഡ്സ് ടു ട്രാൻസ്ഫോർമേഷൻ ഇൻ ഹിസ് ക്യാരക്ടർ അല്ലേ. ആ ക്യാരക്ടറിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, ഈ ഒരു ലീഡ്. ഹേ ഡിസൈഡഡ് ടു ടേക്ക് റിവെഞ്ച് ഓൺ ഫെർഡിനൻഡ് ആൻഡ് ദ കാർഡിനൽ. ലാസ്റ്റ് എന്നിട്ട് അവൻ എന്ത് ചെയ്തു, റിവെഞ്ച് എടുക്കണം അല്ലേ, അവനെ പ്രതികാരം ചെയ്യണം എന്നുള്ള, അതായത് ആ ബസോളേൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ, ലേഡി ക്യാരക്ടർ അവിടെ വരുന്നുണ്ടല്ലോ, അവളെ ആര് കൊന്നു, കാർഡിനൽ കൊല്ലുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കണ്ട ശേഷം ഇവനൊരു റിവെഞ്ച് വരികയാണ് അല്ലേ, ഫെർഡിനൻഡിനെയും കാർഡിനലിനെയും കൊല്ലണം എന്നുള്ളൊരു റിവെഞ്ച് അവന് വരുന്നുണ്ട്. നോട്ട് ജസ്റ്റ് ഔട്ട് ഓഫ് ആങ്കർ ബട്ട് ഓൾസോ ഔട്ട് ഓഫ് എ സെൻസ് ഓഫ് ജസ്റ്റിസ് അല്ലേ. അതൊരു ദേഷ്യം കാരണം മാത്രമല്ല ആ ഒരു മൈൻഡ് വരുന്നത്, ആ ബ്രദേഴ്സിനെ കൊല്ലണം എന്നുള്ള മൈൻഡ് വരുന്നത്, പക്ഷേ ഒരു സെൻസ് ഓഫ് ഇൻജസ്റ്റിസ്. അവിടെ ജസ്റ്റിസ് നഷ്ടപ്പെട്ട അല്ലേ, നീതി നഷ്ടപ്പെട്ട ആളാണ് ഡച്ചസ്, അതുപോലെ തന്നെ ബസോളയും. അപ്പോൾ അവർക്കൊക്കെ ഒരു ജസ്റ്റിസ് കിട്ടണം എന്നുള്ള ആ ഒരു സെൻസും കൂടിയും കാരണമാണ് ഇവൻ ഈ ഒരു പ്രവൃത്തിക്ക് മുതിരുന്നത്. ഹിസ് ജേർണി ഫ്രം എ ടൂൾ ഓഫ് കറപ്ഷൻ ടു an avenger makes him a morally complex and evolving character. അത്തരത്തിലുള്ള എന്താണ്, ഒരു ടൂൾ ഓഫ് കറപ്ഷനിൽ നിന്ന് ഒരു അവെഞ്ചറിലേക്ക് മാറുന്ന, അല്ലെങ്കിൽ എന്താണ് അത്രയും ഒരു ജസ്റ്റിസിന് വേണ്ടി പോരാടുന്ന ഒരാളിലേക്ക് മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. പ്രതികാരം ചെയ്യുന്ന ഒരാളാണ് അവെഞ്ചർ എന്ന് പറയുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ഒരു ക്യാരക്ടറിൻ്റെ, ബസോള എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മൊറാലിറ്റി, അതായത് മോറലി കോംപ്ലക്സ്, അതുപോലെ ഇവോൾവിങ് ക്യാരക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഡെസ്പൈറ്റ് ഹിസ് എഫേർട്സ് ബസോള കനോട്ട് അൺഡു ദ ഡാമേജ് ഹി ഹാസ് കോസ്ഡ് അല്ലേ. പക്ഷേ അവൻ്റെ എഫേർട്സൊക്കെ അവിടെ ലാസ്റ്റ് വേസ്റ്റ് ആവുകയാണ്. ആ ഒരു അല്ലേ, അതായത് ബസോള കനോട്ട് അൺഡു ദ ഡാമേജ് ഹി ഹാസ് കോസ്ഡ്. അവൻ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാത്ത രീതിക്ക് അൺഡു ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ഒട്ടും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവൻ വരുത്തി വെച്ച കാര്യങ്ങൾ അവൻ തന്നെ അവസാനം അനുഭവിക്കുന്നുണ്ട്. ഹിസ് ഡെത്ത് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേ റീഇൻഫോഴ്സസ് ദ ട്രാജിക് ഐഡിയ ദാറ്റ് റിയലൈസേഷൻ ഓഫൻ കംസ് ടു ലേറ്റ്. അവൻ്റെ മരണം തന്നെയാണ് ഈ ഒരു ഐഡിയ, അതായത് മനസ്സിലാക്കൽ, റിയലൈസേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ആ ഒരു ഐഡിയ നമ്മുടെ ഈ ഒരു എൻഡ് ഓഫ് ദ പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ത്രൂ ദ ഡെത്ത് ഓഫ് ബസോള എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്യാരക്ടർ ബസോള. അപ്പോൾ നമ്മൾ ഡച്ചസിനെ കുറിച്ച് സംസാരിച്ചു, ആൻറ്റോണിയോ, ഫെർഡിനൻഡ്, കാർഡിനൽ ആൻഡ് ബസോള. ഇത്രയും ക്യാരക്ടേഴ്സിൻ്റെ ഡീപ്പ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ചെയ്തത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഓൾ ദിസ് പോയിൻറ്റ്സ് ആർ ക്ലിയർ ഫോർ യു. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ
യു ക്യാൻ ഈസിലി ഗെറ്റ് ത്രൂ ഓൺലൈൻ അല്ലേ, ഓൺലൈനിലൂടെ നിങ്ങൾക്ക് കിട്ടും, ഇൻ്റർനെറ്റിലൂടെ. അതിലൊക്കെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കിയിട്ട് ഇത്തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എഴുതിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. താങ്ക് യു.